ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്ത് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് അത് മിക്സിയുടെ ചെറിയ ജാറിലെ നമ്മൾ ചതച്ചൊക്കെ അരയ്ക്കുന്ന ആ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് രണ്ടായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഒരു 4 ചുമന്നുള്ളി, ഒരു ചെറിയ പീസ് പുളി, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്ക് എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഒരു വെറൈറ്റി രുചിയായിട്ടോ ഇതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞും പോകരുത്, എന്നാൽ തീരെ അരയാതെ ഇരിക്കരുത്. ആ ബീട്രൂട്ടിൻ്റെ കഷ്ണമെല്ലാം കണ്ടോ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും തേങ്ങയൊക്കെ ഉള്ള കൂട്ട് ചതച്ച് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വെള്ളം വറ്റി വരുന്നത് വരെയും കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നല്ലപോലെ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. നോർമൽ ചൂടിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ഇങ്ങനെ ഇളക്കി ആ ജലാംശം എല്ലാം ഒന്ന് വറ്റി വരണം. ബീട്രൂട്ടിൻ്റെയും തേങ്ങയുടെയൊക്കെ മയം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിന് ചെറിയൊരു പുളിയും എരിയും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമുക്കിത് മതി ചോറുണ്ണാൻ. നല്ല രുചിയുള്ള ഒരു തോരൻ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇതുപോണക്ക് തോത്തി എടുക്കണം. നല്ലപോലെ ആ ജലാംശമെല്ലാം ഇപ്പോൾ ഏകദേശം അത് പരുവായി വന്നിട്ടുണ്ട് ഉണ്ടല്ലോ. കുഴകുഴാന്നിരിക്കാതെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ആ വെള്ളമെല്ലാം ഒന്ന് മാറിയാൽ അങ്ങനെ കിട്ടത്തുള്ളൂ. എന്നിട്ട് നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഒത്തിക്കൂടെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് 4 സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു ഇച്ചിരി വെളിച്ചെണ്ണ നടുക്ക് ഭാഗത്തൊഴിച്ച് കൊടുത്ത് തീ കുറച്ചായിട്ടേക്കുന്നത്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തേക്കണം. മുട്ടയൊക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ ആൾ കൂടുതലുള്ള വീടാണെങ്കിൽ അങ്ങനെയൊക്കെ ഒത്തിരി വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 മുട്ട 1 ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക്, വലിയ ബീട്രൂട്ടല്ല, അപ്പോൾ ആ 3 മുട്ട ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ 3 മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇച്ചിരി ഉപ്പ്, ഞാൻ ഉപ്പ് പൊടി ഇല്ലാത്തതുകൊണ്ട് ഉപ്പ് നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യം, മറ്റേതിന് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മുട്ടയ്ക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇങ്ങനെ ഇതായി വരണം, ഉടനെ ഇളക്കരുത്. ആ മുട്ട ഒന്ന് ഇതായി വന്നതിന് ശേഷം നമുക്ക് കണ്ടതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി ഇട്ട് ഇളക്കിയാലും മുട്ട ശരിക്കും അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി തോത്തിയെടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് മുട്ടയുടെ ഇതെല്ലാം ഒന്ന് മാറി ആ മുട്ട നല്ലപോലെ വെന്ത് കിട്ടണം. ഇപ്പോൾ നമുക്ക് ഒരു വിധം അത് ആയിട്ടുണ്ട് വരുവും കണ്ടോ. ഇങ്ങനെ നല്ലപോലെ ഒന്ന് തോത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടും മുട്ടയും കൊണ്ടുള്ള തോരൻ ഇവിടെ
റെഡി ആയിട്ടുണ്ട്. തോരനെന്നോ ചമ്മന്തിയെന്നോ എന്ത് വേണേലും പറയാം കേട്ടോ. ഞാൻ തോരത്തിൻ്റെ കൂട്ടത്തിലാണ് ഇതിങ്ങനെ കൂട്ടി വെക്കുന്നത്. അപ്പോൾ നമുക്കിത് റെഡിയായി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.